ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള ചാർജ് തീർന്ന പഴയ ബാറ്ററി ഒക്കെ ഉണ്ടെങ്കിൽ ഇനി ആരും വെറുതെ വലിച്ചെറിഞ്ഞ് കളയരുത് കേട്ടോ. അത് വെച്ച് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നമ്മുടെയൊക്കെ വീടിനകത്തും പരിസരങ്ങളിലൊക്കെ ശല്യക്കാരായ എലികളെയും പെരിച്ചാഴികളെയും ഒക്കെ കൂട്ടത്തോടെ നശിപ്പിക്കാനുള്ള അടിപൊളി ടിപ്പാണിത്. ഇതൊരെണ്ണം ഇങ്ങനെ ഒന്ന് വെച്ചാൽ പല്ലി, പാറ്റ, ഉറുമ്പ്, പാമ്പ് എന്നിവയൊന്നും നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും അടുക്കില്ല. ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്ലോക്കിൻ്റെ ഒരു ബാറ്ററിയാണ് കേട്ടോ. ഇതുപോലുള്ള ബാറ്ററി ആണെങ്കിൽ ഒരെണ്ണം മതി. അതല്ല റിമോട്ടിൻ്റെയൊക്കെ ബാറ്ററി പോലുള്ള ചെറുതാണ് എടുക്കുന്നതെങ്കിൽ രണ്ടെണ്ണം വേണം. ആദ്യം തന്നെ നമുക്ക് ഈ ബാറ്ററി ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതിനു വേണ്ടി നല്ല കട്ടിയുള്ള ഒരു പേപ്പറിലേക്ക് വെച്ചിട്ട് പേപ്പറിൻ്റെ സൈഡ് ഇതുപോലെ മൂന്നറ്റവും നന്നായിട്ട് തന്നെ മടക്കി കൊടുക്കണം. ഉള്ളിയൊക്കെ ചതയ്ക്കുന്ന കല്ലോ അല്ലെങ്കിൽ വാക്കത്തിയോ മറ്റോ വെച്ച് നമുക്ക് ഈ ബാറ്ററി ഒന്ന് പൊടിച്ചെടുക്കണം. ചാർജൊക്കെ തീർന്ന് കേടായ ഇത്തരം ബാറ്ററിയൊക്കെ ഇ വേസ്റ്റ് എന്ന കാറ്റഗറിയിലാണ് പെടുന്നത്. അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ വീടിന് ചുറ്റും അലക്ഷ്യമായിട്ടൊന്നും വലിച്ചെറിയരുത്. നമ്മളിങ്ങനെ വലിച്ചെറിയുന്ന ബാറ്ററിയൊക്കെ ഏറെ നാൾ മണ്ണിൽ കിടക്കുമ്പോൾ അതിൻ്റെ മെറ്റൽ കവറിങ് പെട്ടെന്ന് അങ്ങോട്ട് നശിച്ചു പോകും. ഇങ്ങനെ മെറ്റൽ കവറിങ്സ് എല്ലാം നശിച്ചു കഴിയുമ്പോൾ ബാറ്ററി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലെഡ്, കാഡ്മിയം, ക്രോമിയം, സിങ്ക് തുടങ്ങിയ ഹാംഫുൾ കെമിക്കൽസ് എല്ലാം തന്നെ നമ്മുടെ മണ്ണിലേക്ക് ഇറങ്ങും. ഇങ്ങനെ മണ്ണിലേക്ക് അലിഞ്ഞിറങ്ങുന്ന ഇത്തരം ഹാംഫുൾ കെമിക്കൽസ് നമ്മുടെ കുടിവെള്ളത്തിലെങ്ങാനും കലരാനിടയായാൽ അത് നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല നമ്മുടെ പ്രകൃതിയെ തന്നെ നശിപ്പിക്കും. അതുകൊണ്ട് കേടായ ബാറ്ററികൾ, മൊബൈൽ ഫോണുകൾ, ബൾബുകൾ ഇങ്ങനെ ഇ വേസ്റ്റ് കാറ്റഗറിയിൽ പെടുന്ന വസ്തുക്കൾ ഒന്നും തന്നെ നമ്മുടെ പ്രകൃതിയിലേക്ക് വലിച്ചെറിയാതെ അത് ആവശ്യമായ രീതിയിൽ തന്നെ ഡിസ്പോസ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ബാറ്ററി ഞാനിവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കാണുന്ന ആ കറുത്ത പൊടി ഉണ്ടല്ലോ, അത് മാത്രമാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് എടുത്തു മാറ്റാം. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ മുറിവോ മറ്റോ ഉണ്ടെങ്കിൽ ഒരു ഗ്ലൗസ് ഇടാൻ മറക്കല്ലേ. ലെഡ്, കാഡ്മിയം, ക്രോമിയം, സിങ്ക് തുടങ്ങിയ കെമിക്കൽസിൻ്റെ ഒരു മിശ്രിതമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഈ കറുത്ത പൊടി. പേപ്പറിൽ നിന്ന് നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എലി, പെരിച്ചാഴി എന്നിവയെ കൂട്ടത്തോടെ കൊന്നൊടുക്കാനുള്ള മരുന്ന് റെഡിയായിട്ടുണ്ട്. ഇനി ഇത് അവ തിന്നുന്നതിന് വേണ്ടി നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. എലികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് തക്കാളി. അതുകൊണ്ട് തക്കാളിയിലാണ് നമ്മൾ ഈ മരുന്ന് ചെയ്തു വയ്ക്കുന്നത്. ഒരു തക്കാളി എടുത്ത് ഇതുപോലൊന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് അതിനുള്ളിൽ ആ ഫ്ലഷൊക്കെ ഒന്ന് എടുത്ത് മാറ്റി അവിടെ ഒരു കുഴി പോലെ ആക്കിയെടുക്കണം. ഇതിനുള്ളിലേക്ക് നമ്മളെ എടുത്തു വച്ചേക്കുന്ന ബാറ്ററിയുടെ കറുത്ത പൊടി കുറച്ചിട്ട് കൊടുക്കാം. പകുതിയോളം പൊടി ഞാൻ ഈ തക്കാളിയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എലികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും ഐറ്റം കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കപ്പലണ്ടിയാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയോ ബിസ്ക്കറ്റിൻ്റെ കഷ്ണമോ റസ്കിൻ്റെ കഷ്ണമോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. കപ്പലണ്ടി നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം അതുകൂടി നമുക്ക് ഈ തക്കാളിയുടെ മുകളിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ അത് നമ്മുടെ കുട്ടികളോ വളർത്തു മൃഗങ്ങളോ ഒക്കെ എടുക്കാതെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴുമുള്ള വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് എലികളെയും പെരിച്ചാഴികളെയും ഒക്കെ കൂട്ടത്തോടെ കൊന്നെടുക്കാനുള്ള മരുന്നാണിത്. സന്ധ്യാസമയത്താണ് എലികളൊക്കെ തീറ്റ തേടി നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി എലികൾ വരുന്ന വഴിയിൽ, അതായത് വീടിൻ്റെ സൈഡിനോ കാർ പോർച്ചിലോ മതിലിനരികിലോ ഒക്കെ നമുക്ക് വയ്ക്കാവുന്നതാണ്. ഒരൊറ്റ തവണ ചെയ്തപ്പോഴേക്കും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണിത്. അതുകൊണ്ട് നിങ്ങളും ഉറപ്പായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കണേ. അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരല്പം ടൂത്ത് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ അളവിൽ പേസ്റ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചെറു ചൂടുവെള്ളത്തിലേക്കാണ് നമ്മൾ പേസ്റ്റ് ഇട്ട് കൊടുത്തത്. അതുകൊണ്ട് പേസ്റ്റ് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഒരു സ്പൂൺ വെച്ച് പേസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി അലിയിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. നമ്മൾ ആ മാറ്റി വെച്ചേക്കുന്ന ബാറ്ററിയുടെ പൊടി കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് അരമണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പേസ്റ്റും ബാറ്ററി പൊടിയൊക്കെ ചേർന്ന് നമ്മുടെ വെള്ളത്തിൻ്റെ നിറം കണ്ടോ? ബാറ്ററി പൊടിയിലെ കെമിക്കൽസ് എല്ലാം തന്നെ നമ്മുടെ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി വെള്ളത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം ഞാനിതൊരു കുപ്പിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ സ്പ്രേ ബോട്ടിലാണ് നിങ്ങളിത് എടുക്കുന്നതെങ്കിൽ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ലെഡ്, കാഡ്മിയം, ക്രോമിയം, സിങ്ക് തുടങ്ങിയ ഹാംഫുൾ കെമിക്കൽസാണ് നമ്മുടെ ഈ ബാറ്ററി പൊടിയിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് വെള്ളവുമായി ചേരുമ്പോൾ ഹൈലി പോയിസണസ് ആയി മാറും. അതുകൊണ്ട് ഇതിൻ്റെ ഒരു തുള്ളി പോലും നമ്മുടെ വീടിനകത്തൊന്നും വീഴരുത് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കഴിവതും അത് വീടിന് പുറത്ത് എവിടെയെങ്കിലും വെച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണേ.
പേസ്റ്റും ബാറ്ററി പൊടിയൊക്കെ ചേർന്ന വെള്ളം മുഴുവനും കുപ്പിയിലേക്ക് ഒഴിച്ചതിന് ശേഷം കുപ്പിയുടെ അടപ്പിൽ അതുപോലെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള എലിമാളങ്ങൾ, ഉറുമ്പിൻ്റെ കൂട്, ചിതലിൻ്റെ കൂട് എന്നിവിടങ്ങളിലൊക്കെ നമുക്ക് ഈ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും എലിമാളങ്ങളോ പൊത്തുകളോ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഈ മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കാണപ്പെടുന്ന കൊതുകിൻ്റെ കൂത്താടികളെ കൊന്നൊടുക്കാനും നല്ലൊരു മരുന്നാണിത്. അതുപോലെ തന്നെ കിച്ചൺ വേസ്റ്റ് ഒക്കെ ഇടുന്ന സ്ഥലങ്ങളിലും എലി, പല്ലി, പാറ്റ ഇവയുടെയൊക്കെ താവളങ്ങളായിരിക്കുമല്ലോ, അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എലിമാളങ്ങളിലെ മറ്റൊരു താമസക്കാരാണ് പാമ്പുകൾ. പാമ്പുകളെ തുരത്തി ഓടിക്കുന്ന നല്ലൊരു മരുന്നാണ് നമ്മുടെ ഈ ബാറ്ററി വെള്ളം. ബാറ്ററി പൊടിയും ടൂത്ത് പേസ്റ്റും വെളുത്തുള്ളിയും വെള്ളവുമായി മിക്സായി ചേരുമ്പോൾ നല്ലൊരു അസിഡിക് സ്മെല്ലാണ് ഉണ്ടാവുന്നത്. മണ്ണെണ്ണയുടെയും ആസിഡിൻ്റെയൊക്കെ സ്മെല്ല് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ജീവിയാണ് പാമ്പ്. സന്ധ്യാസമയത്ത് നമ്മൾ ഉണ്ടാക്കിയ ഈ ബാറ്ററി വെള്ളം വീടിൻ്റെ പരിസരത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ആസിഡിക് സ്മെല്ല് കാരണം എലിയും പാമ്പും പെരിച്ചാഴിയും ഒക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ ഇല്ലാണ്ടാവും. ബാറ്ററി പൊടിയും തക്കാളിയും വെച്ചുള്ള നമ്മുടെ ആ മരുന്ന് തിന്നാൽ ഉടനെ ഒന്നും എലി പിടഞ്ഞു വീണ് ചാവില്ല കേട്ടോ. ഇതൊക്കെ തിന്നതിന് ശേഷം എലി വെള്ളം കുടിക്കുമ്പോഴാണ് ബാറ്ററി പൊടിയിൽ അടങ്ങിയിരിക്കുന്ന ലെഡ്, സിങ്ക്, കാഡ്മിയം, ക്രോമിയം തുടങ്ങിയ ഹാംഫുൾ കെമിക്കൽസ് എല്ലാം തന്നെ ഹൈലി പോയിസണസ് ആയി മാറുന്നത്. അധികം പൈസയൊക്കെ കൊടുത്ത് എലിവിഷമൊന്നും വാങ്ങിക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇത്തരം സാധനങ്ങളൊക്കെ വെച്ച് എലിയെയും പെരിച്ചാഴിയെയും ഒക്കെ നമുക്ക് കൂട്ടത്തോടെ തന്നെ നശിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്